വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സിനിമാ മേഖലയിലെ തുറന്നു പറച്ചിലുകളിൽ അന്വേഷണം ആരംഭിച്ചു പ്രത്യേക സംഘം. നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരത്ത് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് അന്വേഷണ സംഘം. പ്രത്യേക സംഘത്തിലെ വനിതാ SI ആണ് മൊഴിയെടുക്കുന്നത്. 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ്. DIG അജിത ബീഗവും IG G പൂങ്കുഴലിയുമാണ് കൊച്ചിയിലെത്തി നടിയുടെ മൊഴിയെടുക്കുന്നത്. പരാതികളിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് അജിത ബീഗം അറിയിച്ചു. അല്ല, അന്വേഷണം നടത്തുന്നുണ്ടല്ലേ. നമ്മുടെ SIT ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ SIT എല്ലാ അന്വേഷണവും തീർച്ചയായിട്ടും കറക്റ്റ് രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. കിട്ടിയിട്ടുള്ള കംപ്ലയിൻസ് എല്ലാം നല്ല രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. ഓക്കെ, അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ പരിധിയിൽ വേണ്ടെന്ന് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടതി തീരുമാനമെടുക്കട്ടെ എന്നാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നിലപാട്. 18 പരാതികളാണ് ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. നടൻ ജയസൂര്യക്കെതിരെ മറ്റൊരു നടി കൂടി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നും അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. അജീഷ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടൻ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ അഭിനേത്രിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണല്ലോ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ വനിതാ SI ഇപ്പോൾ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂരുള്ള സഖി വിമൻസ് റിസോഴ്സ് സെന്ററിൽ വെച്ചിട്ടാണ് ഈ മൊഴിയെടുക്കൽ നടക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കേന്ദ്രമാണ്. ഇവിടെ അവരെ അവരെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയ ശേഷമാണ് മൊഴിയെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ അല്പസമയമായി ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നു. മ്യൂസിയം സ്റ്റേഷനിലെ വനിതാ SI ആണ് അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പെൺകുട്ടി, ഈ യുവനടി സിദ്ദിഖിനെതിരെ പരാതിയായിട്ട് നൽകിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന്. ഇതിനെ തുടർന്ന് ഈ സംഭവം നടന്ന മസ്കറ്റ് ഹോട്ടൽ പരിധി ഉൾപ്പെടുന്ന മ്യൂസിയം സ്റ്റേഷനിൽ കേസെടുക്കുകയായിരുന്നു. ബലാത്സംഗ കുറ്റം ചുമത്തി. ഇതിനെ തുടർന്നാണ് ഈ വനിത അവിടുത്തെ പ്രിൻസിപ്പൽ SI കൂടി ഈ പ്രത്യേക സംഘത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയത്. ആ ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്നത്. ആദ്യം ഈ മാധ്യമങ്ങളിലൂടെയാണ് ഈ പെൺകുട്ടി യുവനടി സിദ്ദിഖിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനുശേഷം നിയമ നടപടികളിലേക്ക് ഇല്ല എന്നൊരു നിലപാടിലായിരുന്നു ഈ യുവനടി ഉണ്ടായിരുന്നത്. പിന്നീട് സിദ്ദിഖ് DGPക്ക് അടക്കം ഇതിന് പിന്നിൽ അജണ്ടയുണ്ടെന്ന് ആരോപിച്ച് പരാതി നൽകിയതോടെയാണ് പോലീസിനെ സമീപിക്കാൻ ഈ യുവനടി തീരുമാനിച്ചത്. അങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്നത്. എന്തായാലും ഇപ്പോഴും മൊഴിയെടുപ്പ് ഇവിടെ തുടരുകയാണ്. വഞ്ചിയൂരുള്ള സഖി വിമൻസ് റിസോഴ്സ് സെന്റർ, ഇവിടെ യുവനടിയെ വിളിച്ചു വരുത്തിയാണ് മ്യൂസിയം സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ വനിതാ SI ഇപ്പോൾ മൊഴിയെടുപ്പ് നടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം DGPയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഈ യോഗം ചേർന്നപ്പോൾ തന്നെ DGP പറഞ്ഞത് വനിതാ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തന്നെയായിരിക്കും ഈ അന്വേഷണമൊക്കെ നടത്തുന്നത്, മൊഴിയെടുപ്പ് അടക്കം നടത്തുന്നത്. ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ഈ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ ടീമിൽ ഉൾപ്പെടുത്താം, മേലുദ്യോഗസ്ഥരുടെ അനുമതിയോടെ. അങ്ങനെയാണ് ഈ വനിതാ SIയെ കൂടി ഈ ടീമിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ മൊഴിയെടുപ്പ് അടക്കം നടത്തുന്നത്. എന്തായാലും വേഗത്തിൽ മൊഴിയെടുപ്പ് പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ DGP നൽകിയിരുന്നു. അതിനുശേഷം പ്രതിപട്ടികയിലുള്ളവരെ, പ്രതികളായവരെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കും. അങ്ങനെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം DGP നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ, അതായത് ഇന്നലെ കേസെടുത്തു, ഇന്ന് തന്നെ മൊഴിയെടുപ്പ് ആരംഭിച്ചത്. എന്തായാലും മൊഴിയെടുക്കുന്ന നടപടി ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. വിജയകുമാർ. അജീഷ്, 18 പരാതികൾ ഈ പ്രത്യേക സംഘത്തിന്റെ പക്കലെത്തിയിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൽകിയതടക്കം 18 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിന്മേലൊക്കെ വേഗത്തിൽ നടപടി എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ആരോപണ വിധേയർക്കെതിരെ, ഇപ്പോൾ പ്രതികൾക്കെതിരെ, അങ്ങനെ ഇനിയിപ്പോൾ ആക്കപ്പെട്ടവരാണല്ലോ അതിൽ പലരും. അപ്പോൾ പ്രതികൾക്കെതിരെ അവരെ ചോദ്യം ചെയ്യുക, അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് വേഗത്തിൽ കടക്കുകയാണ് ഈ സംഘം എന്ന് കരുതാം അല്ലേ? ഉറപ്പായിട്ട് അതാണ് അതിന്റെ സ്വാഭാവിക നടപടി. കാരണം ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ ഇരയായവരുടെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തും. ആ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ പ്രതികളായവരെ ചോദ്യം ചെയ്യുകയാണ്. സാധാരണ ഇത് ജാമ്യമില്ലാത്ത കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അത് സ്ത്രീത്വത്തെ അപമാനിക്കലായിരുന്നാലും അതിൽ ലൈംഗിക പീഡന ബലാത്സംഗ കുറ്റമായിരുന്നാലും ജാമ്യമില്ലാത്ത കുറ്റമാണ്. പക്ഷേ പ്രതികൾ കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും ആ പ്രതികളെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി വിട്ടയക്കുകയാണ് പതിവ്. എന്തായാലും ഈ മൊഴി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം
സാഹചര്യത്തിൽ, അതായത് ഇന്നലെ തന്നെ കേസെടുത്ത ഒരു പശ്ചാത്തലത്തിൽ തന്നെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി നീക്കം തുടങ്ങിയിരുന്നു. കോടതിയിൽ സമീപിക്കും. എന്തായാലും അതിനുശേഷം, അതായത് ഇന്ന് മൊഴിയെടുക്കുന്നതോടെ കൂടി തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന അടുത്ത ഘട്ട നടപടിയിലേക്ക് പോലീസ് ഉടനെ കടക്കും. അത് ചിലപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും മൊഴിയെടുപ്പ് പൂർണ്ണമായതിനു ശേഷം അത് വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ പ്രതിയായിട്ടുള്ള സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുക. രഞ്ജിത്തിനെതിരെയും സമാന നടപടി തന്നെയായിരിക്കും ഉണ്ടാവുക. കൊൽക്കത്തയിലെ ബംഗാളി നടിയുടെ മൊഴി വീഡിയോ കോൾ വഴിയാണ് രേഖപ്പെടുത്തിയത്. അത് പോലീസ് അതിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്തായാലും രഞ്ജിത്തിന്റെയും ചോദ്യം ചെയ്യും അന്വേഷണ സംഘം. യെസ്, ആലുവയിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അശ്വിൻ, 7 പേർക്കെതിരെയാണ് അഭിനേത്രി പരാതി നൽകിയിരിക്കുന്നത്. അതിൽ അവർ ഉറച്ചു നിൽക്കുകയുമാണ്. ചിലതൊക്കെ മാധ്യമങ്ങളോട് അവർ പറയുകയും ചെയ്തിരുന്നു. ഏതാനും ചില മണിക്കൂറുകളായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ഇപ്പോൾ IPS ഉദ്യോഗസ്ഥർ നേരിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട് മൊഴി രേഖപ്പെടുത്താൻ. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, 2 IPS ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 7 പരാതികളാണ് വിവിധ നടന്മാർക്കെതിരെയും ഒപ്പം സാങ്കേതിക പ്രവർത്തകർക്കെതിരെയും നടി നൽകിയിരിക്കുന്നത്. ആ പരാതികളുടെ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് 2 IPS ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായുള്ള 2 ആരോപണങ്ങൾ മുകേഷിനെതിരെയും ഒപ്പം ജയസൂര്യക്കെതിരെയുമാണ്. 2 സിനിമാ സെറ്റുകളിൽ വെച്ച് ഇവർ അപമര്യാദയെ പെരുമാറി എന്നുള്ളതാണ് പരാതി. അതിന്റെ തെളിവുകളടക്കം നൽകാനുള്ള സാങ്കേതിക തടസ്സം അവർക്കുണ്ട്. പക്ഷേ അന്ന് 2013 മുമ്പ് നടന്ന സംഭവങ്ങളിൽ അന്നത്തെ ചലച്ചിത്ര നിർമ്മാതാക്കളോടക്കം ഇതിന്റെ പരാതികൾ നേരിട്ട് പറഞ്ഞിരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ നടിക്ക് ഒരു തെളിവ് എന്നുള്ള നിലയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകാനുള്ളത്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ 7 പരാതികളിലും വിശദമായ മൊഴിയെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂർ പിന്നിടുകയാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ആരംഭിച്ചിട്ട്. എന്തായാലും ഏറ്റവും നിർണായകമായ മൊഴി രേഖപ്പെടുത്തൽ തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകളിൽ ഇപ്പോൾ ആലുവയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാകും ഈ മൊഴി രേഖപ്പെടുത്തൽ അവസാനിക്കാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ സജി നന്ദിയാട്ടടക്കമുള്ള നിർമ്മാതാക്കളോടും മറ്റ് ആളുകളോടും, മുതിർന്ന ആളുകളോടും ഈ പരാതികൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആലുവയിലെ ഫ്ളാറ്റിലെത്തിയുള്ള നടിയുടെ മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിജയകുമാർ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ സൂചിപ്പിച്ചതുപോലെ 2 IPS ഉദ്യോഗസ്ഥർ നേരിട്ട് പരാതിക്കാരിയെ കാണാൻ, അവരുടെ മൊഴി രേഖപ്പെടുത്താൻ അവരുടെ കൊച്ചിയിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സിദ്ദിഖിനെതിരെ പരാതി നൽകിയ അഭിനേത്രിയുടെ മൊഴിയും രേഖപ്പെടുത്തുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം വേഗത്തിൽ തുടർ നടപടിയിലേക്ക്, മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. ആവശ്യമെങ്കിൽ ഈ മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകേണ്ട കേസുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ കടക്കും എന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലൈംഗിക ആരോപണത്തിന് പിന്നാലെ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് മുകേഷ് MLA. സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിന് രാജി CPIM ആവശ്യപ്പെട്ടു. ആരോപണ വിധേയരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സിനിമാ കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. മുകേഷിനെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. ഗൗരവതരമായ ആരോപണത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരാൾ MLA ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് ധാർമ്മികതയാണ് CPM-നും സർക്കാരിനും ഇക്കാര്യത്തിലുള്ളത്? അപ്പം മുകേഷിനെതിരെ നടപടിയെടുക്കാതെ ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ടുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? മുകേഷിനെയും മറ്റും വെച്ച് കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം പോലും ലജ്ജാകരമായ തീരുമാനമാണ്. കോൺക്ലേവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജവം സർക്കാരിനില്ല. ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല? വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറേ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത്? കുറേ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചുവെക്കുന്നു. അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മുകേഷിന്റെ ഓഫീസിലേക്ക് UDF കൊല്ലം ബ്ലോക്ക് കമ്മിറ്റിയും RSPയും ഇന്ന് മാർച്ച് നടത്തി.
അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ, ഇതിൽ മുകേഷ് ഇന്നലെ ഒരു വിശദമായ വാർത്താക്കുറിപ്പ് അക്കാര്യത്തിൽ പുറത്തിറക്കി. അതിനുശേഷം കൂടുതൽ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. നേരത്തെ പലതവണയും മാധ്യമങ്ങളെ കാണുന്നതും അതിലൊരു വൈമുഖ്യം കാട്ടുന്നയാളല്ല. പക്ഷേ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. ഇപ്പോൾ സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് രാജിവെക്കണമെന്നത് ഏതാണ്ടൊരു രാഷ്ട്രീയ തീരുമാനമായി CPM അദ്ദേഹത്തെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും മുകേഷ്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, എന്തായാലും ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നതിന് പിന്നാലെ പ്രതിരോധത്തിലാകുന്നത് മുകേഷിനേക്കാൾ കൂടുതൽ CPM നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് CPM നേതൃത്വം ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി കൂടി ഇക്കാര്യത്തിൽ മുകേഷിനെ പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ടതില്ല, മുകേഷിനെതിരെ ഒരു പ്രതിരോധം തീർക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ CPM ജില്ലാ നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും ഈ പ്രതിപക്ഷ യുവജന സംഘടനകൾ മുകേഷ് എന്ന സിംഗിൾ പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മുകേഷിന്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ സംഘടനകളും പ്രതിപക്ഷ യുവജന സംഘടനകളും ആഹ്വാനം ചെയ്ത എല്ലാ പ്രകടനങ്ങളിലും എല്ലാ മാർച്ചുകളിലും ഒരേപോലെ ഉന്നയിക്കുന്നത്. അത് MLA സ്ഥാനം എന്ന ഒറ്റ പോയിന്റിലേക്ക് കൂടി അവർ എത്തുന്നുണ്ട്. സിനിമാ നയരൂപീകരണ സമിതി അംഗത്തിനപ്പുറം ജനപ്രതിനിധിയായി തുടരാൻ പോലും മുകേഷിന് ഇനി സാധിക്കില്ല. അത്തരം ഒരു അപമാനം ഈ നാടിന് വേണ്ട എന്നതാണ് UDF ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനം. എന്തായാലും നിലവിൽ CPM എടുക്കുന്ന തീരുമാനം അത് എന്ത് തന്നെയായാലും മുകേഷിന് അംഗീകരിച്ചേ മതിയാവൂ. പക്ഷേ മുകേഷ് നിലവിൽ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി തനിക്ക് പിന്തുണ നൽകുന്നില്ല എന്ന പരിഭവം കൂടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മുകേഷുമായി അടുപ്പമുള്ള CPM നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് ലഭ്യമാകുന്നത്. അങ്ങനെ ഈ മുകേഷ് ഒരു ശീതസമരത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ കൂടി ചില ഘട്ടത്തിൽ എത്തുന്നുണ്ട്. കാരണം ആരോപണം വന്ന അന്ന് തന്നെ എറണാകുളത്തേക്ക് യാത്ര തിരിച്ച മുകേഷ് 2 തവണ മാത്രമാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമായി, അതായത് ജില്ലയുടെ ചുമതലയുള്ള അംഗങ്ങളുമായി ഫോണിൽ ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകാൻ കഴിയുന്നത്. 2 തവണ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ തനിക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു, അത് രാഷ്ട്രീയ ആരോപണമാണ്, രാഷ്ട്രീയപരമായി മാത്രമാണ് തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം, അവിടെ പോലും തനിക്കൊരു രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചില്ല എന്ന പരാതി മുകേഷ് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ പ്രതിഷേധം ഇക്കട്ടത്തിൽ ഉയർന്നു വരുന്നു സംസ്ഥാനത്ത് എമ്പാടും. അത് കൊല്ലത്ത് അത് മുകേഷിനെ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ആ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആ പ്രതിഷേധത്തെ എങ്ങനെ നേരിടാൻ പോകുന്നു CPM എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് രാജിവെച്ചത് കൊണ്ട് മാത്രം പ്രതിഷേധങ്ങൾ എന്തായാലും രാഷ്ട്രീയമായി തനിക്ക് പിന്തുണ കിട്ടുന്നില്ല എന്ന് മുകേഷ് CPM നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിവരം. സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് മാറി നിൽക്കണമെന്ന് ഏതാണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനമായി CPM അത് അദ്ദേഹത്തെ അറിയിച്ച ഘട്ടത്തിലാണ് രാഷ്ട്രീയ പിന്തുണ തനിക്ക് കിട്ടുന്നില്ല ഈ വിവാദങ്ങളിൽ എന്ന് പാർട്ടിയെ മുകേഷ് അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിലാണ്. പ്രത്യേകിച്ച് കോൺക്ലേവ് അടക്കം മുകേഷ് പങ്കെടുത്താൽ അത് തടയും എന്നതാണ് ഇപ്പോൾ UDF-ഉം BJP-യും അറിയിച്ചിരിക്കുന്നത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി. സംവിധായകൻ വിനയനാണ് പരാതി നൽകിയത്. പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തിയ ആളാണ് B ഉണ്ണികൃഷ്ണൻ എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കോമ്പറ്റീഷൻ കമ്മീഷൻ ശിക്ഷിച്ചയാളെ സിനിമാ നയരൂപീകരണ സമിതിയിൽ തുടരാൻ അനുവദിക്കുന്നത് ശരിയല്ലെന്ന് സർക്കാരിനെ അറിയിച്ചതായി വിനയൻ പറഞ്ഞു. ആരോപിതനല്ല, കുറ്റവാളിയാണ് ഇവരൊക്കെ, ഈ ഫൈൻ അടച്ചവരൊക്കെ. അങ്ങനെയുള്ള ഒരാള് നയരൂപീകരണ സമിതിയുടെ തലപ്പത്തോ അല്ലെ എന്റെ മെമ്പറായിട്ട് വന്നാൽ എന്നെ പോലെ സ്വതന്ത്രമായിട്ട് ഇപ്പോ നിൽക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് എന്ത് നീതി കിട്ടും? ഇപ്പോ ഇത് തൊഴിൽ നിഷേധത്തിന് സുപ്രീം കോടതി ശിക്ഷിച്ച ഒരു വ്യക്തിയല്ലേ, അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അത് കാണും. ഇതിന്റെ തിരക്കിൽ അദ്ദേഹം ഇത് എല്ലാ ഇത്തരം ഓർഡറുകളും വിധിപ്പറപ്പൊന്നും വായിക്കണമെന്നില്ലല്ലോ. ഇതിപ്പം ബോധ്യപ്പെടുത്തിയ നിലയ്ക്ക് ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. S ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഉത്തരവ് ഈ വിനയൻ, തിലകൻ തുടങ്ങിയവർക്കെതിരായ നടപടി, അതൊക്കെ ആ സമയത്തുണ്ടായ ഈ സിനിമാ മേഖലയിലെ തർക്കങ്ങൾ അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണോ ഇപ്പോൾ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണനെതിരെ? വിനയൻ അയച്ച കത്തിലെ പ്രധാനപ്പെട്ട ഒരു പരാമർശം തന്നെ ഈ ധാർമ്മികതയ്ക്കെതിരാണ്. ഫെഫ്ക ജനറൽ സെക്രട്ടറി കൂടിയായ ഉണ്ണികൃഷ്ണൻ സിനിമാ നയരൂപീകരണ സമിതിയിൽ തുടരുന്നത് എന്നുള്ളതാണ്. കാരണം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിച്ച ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ. അത് സുപ്രീം കോടതി പോലും ശരിവെച്ചതാണ്. അത്തരത്തിൽ കുറ്റം ചെയ്ത ആളുകളെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിലനിർത്തുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുൾപ്പെടെ തടസ്സമുണ്ടാകും. ഇത്തരക്കാരെ കൂടി ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് വിനയൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
ഏതായാലും മുഖ്യമന്ത്രി ഈ പരാതി പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് വിനയനുള്ളത്. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണനെതിരെ ഉൾപ്പെടെ ഉണ്ടായ നടപടികൾ അത് ഗൗരവകരമാണ്. ഒരാളുടെ തൊഴിൽ നിഷേധിക്കാനും അതിന് കൂട്ടമായി ശ്രമിക്കാനും ഉൾപ്പെടെ ഇവർ നടത്തിയ ശ്രമങ്ങളാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ അധാർമികമെന്ന് കണ്ട് പിഴ ഈടാക്കിയിരുന്നത്. അത്തരക്കാരെ ഇത്തരം സമിതികളിൽ ഇരുത്തുന്നത് സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന് യോജിച്ചതല്ല എന്നൊരു പരാമർശം കൂടി വിനയൻ മുഖ്യമന്ത്രിക്ക് ഇന്ന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സത്യങ്ങൾ പുറത്തു വരട്ടെ എന്ന് നടൻ വിനു മോഹൻ 24-നോട് പറഞ്ഞു. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. താൻ ഉന്നയിച്ച വാദങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയ ശേഷമാണ് താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെച്ചത്. തെരഞ്ഞെടുത്തവരോട് എന്തിന് രാജിവെച്ചു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നും വിനു മോഹൻ പറഞ്ഞു. നമ്മളുടെ ഒരു മെയിൻ ആശങ്ക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മളുടെ കൈനീട്ടം പദ്ധതി ഉണ്ടായിരുന്നു. കൈനീട്ടമുണ്ട്, അതേപോലെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളുണ്ട്. ഈ നമ്മളുടെ സംഘടനയിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നവർ ഇപ്പോൾ വർക്ക് ചെയ്യാതെ അവരൊരു ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു ലൈഫിൽ അവരുടെ റൊട്ടീൻ, അവരുടെ ഒരു ചെലവിൻ്റെ ഒരു വലിയ പങ്ക് നമ്മളുടെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം പോലത്തെ കാര്യങ്ങളും, പിന്നെ അവർക്കൊരു അസുഖം വന്നാൽ അവർക്ക് ധൈര്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു അഡ്മിറ്റ് ആവാൻ പറ്റുന്നത് ഈ സംഘടനയിലെ ബാക്കപ്പ്, ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെയൊക്കെ ബാക്കപ്പ് ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആശങ്ക വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും മുടങ്ങിപ്പോകുമോ എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ തരത്തിൽ എന്തെങ്കിലും തീരുമാനം പോയാൽ. വാർത്താമഴ തുടരുന്നു. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ NIA പരിശോധന. ഹൈദരാബാദ് യൂണിറ്റാണ് പരിശോധന നടത്തുന്നത്. വിശാഖപട്ടണത്തെ ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നത്. കപ്പൽശാല ജീവനക്കാരനെ NIA കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പരിശോധനയുടെ പശ്ചാത്തലം എന്താണ്? വിജയകുമാർ, ഈ കൊച്ചി കപ്പൽശാലയിൽ ഇപ്പോൾ NIA സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. ഹൈദരാബാദ് യൂണിറ്റ് ആണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇതിൽ ഈ പ്രധാനപ്പെട്ട കാര്യം, ഈ പരിശോധന നടത്തുന്നതിന് കാരണം വിശാഖപട്ടണത്തെ ഒരു ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ വിശാഖപട്ടണത്തെ ചാരവൃത്തി കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊച്ചിയിലെ ചില ആളുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന വിവരം അവർക്ക് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈദരാബാദിൽ നിന്നുള്ള യൂണിറ്റ് ഇവിടെ എത്തിയപ്പോൾ പരിശോധന നടത്തുന്നത്. ഒരാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം, വിശദാംശം കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാൾ കപ്പൽശാലയിലെ ജീവനക്കാരനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കപ്പൽശാലയിൽ നിന്നും തന്ത്രപ്രധാന ചിത്രങ്ങൾ ഇയാൾ നേരത്തെ ചോർത്തി വിശാഖപട്ടണത്തുള്ള ഈ അറസ്റ്റിലായ വ്യക്തിക്ക് നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപ് എറണാകുളം സൗത്ത് പോലീസ് ഇതേ സമാനമായ ഒരു വിഷയത്തിൽ കേസെടുത്തിരുന്നു. ഇതിലെ പ്രതിക്കും വിശാഖപട്ടണം ബന്ധം തെളിയുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന. ചാരവൃത്തി തന്നെയാണ് വിഷയം. പ്രതിരോധ കപ്പലുകളുടെ നിർമ്മാണമടക്കം നടക്കുന്ന മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ NIA റെയ്ഡ് നടത്തുന്നത്. ക്വാർട്ടേഴ്സിലടക്കം ഈ റെയ്ഡ് പുരോഗമിക്കുകയാണ്. തന്ത്രപ്രധാന കേന്ദ്രമാണ് ഇപ്പോഴത്തെ നിലയിൽ കൊച്ചി കപ്പൽശാല. അവിടെ ഒരു ജീവനക്കാരനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ NIA റെയ്ഡ് നടക്കുന്നത്. അവിടെ നിന്നുള്ള ചിത്രങ്ങളൊക്കെ നേരത്തെ പുറത്തുപോയി എന്ന വിവരമുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് NIAയുടെ പരിശോധന ഇപ്പോൾ തുടരുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.